നമസ്കാരം. ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ റഹീമ. ഗൾഫ് GTV ന്യൂസിലേക്ക് സ്വാഗതം. ആധുനിക ലോകത്ത് മാതൃകയാകേണ്ട മാതൃകാ ജീവിതമായിരുന്നു ഉമ്മൻചാണ്ടി എന്ന മഹാനിൽ കൂടി നാം അനുഭവിച്ചതെന്ന് ഫാദർ ലിബിൻ എബ്രഹാം അഭിപ്രായപ്പെട്ടു. തന്നോടൊപ്പം ജീവിക്കുന്നവർക്ക് ആശ്വാസം നൽകുവാനും വഴികാട്ടിയാകുവാനും കഴിയുകയെന്നത് പ്രത്യേക ദൈവാനുഗ്രഹം കിട്ടുന്നവർക്ക് ലഭിക്കുന്ന ഗുണമാണെന്നും ആധുനിക തലമുറയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിൽ നിന്ന് നിരവധി ഗുണങ്ങൾ പഠിച്ചു പകർത്താനുണ്ടെന്ന് ഷാർജ IASL OC കെയർ UAE ഉമ്മൻചാണ്ടിക്ക് വേണ്ടി സംഘടിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി അദ്ദേഹം പറഞ്ഞു. സാമൂഹ്യ പ്രവർത്തകൻ പുന്നക്കൽ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. IAS പ്രസിഡന്റ് പ്രദീപ് നെന്മാറ, SKSSF UAE പ്രസിഡന്റ് ഷുഹേബ് തങ്ങൾ, ദർശന പ്രസിഡന്റ് CP ജലീൽ, IOC ജനറൽ സെക്രട്ടറി ഫസീലുദ്ദീൻ ചുരനാട്, ഇൻകാസ് ദുബായ് വൈസ് പ്രസിഡന്റ് ഷംസീർ നാദാപുരം, ശിരന്തന ജനറൽ സെക്രട്ടറി TP അഷ്റഫ്, ജോയ് സജിത് ആലപ്പുഴ എന്നിവർ സംസാരിച്ചു. ചിത്രകാരൻ ഫിറോസ് അജ്മാൻ വരച്ച ഉമ്മൻചാണ്ടിയുടെ ചിത്രം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. സാം വർഗീസ് സ്വാഗതവും ഹസൻ തിരുവനന്തപുരം നന്ദിയും പറഞ്ഞു. ദമാം കിങ് ഫഹദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ ടേക്ക് ഓഫിനിടെ വിമാനത്തിൽ അഗ്നിബാധ. നൈൽ എയർ വിമാനത്തിലാണ് തീ പടർന്നു പിടിച്ചതെന്ന് നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി സെന്റർ അറിയിച്ചു. ടേക്ക് ഓഫിനിടെ എയർബസ് 320A ഇനത്തിൽപ്പെട്ട വിമാനത്തിന്റെ ടയറിൽ തീ പിടിക്കുകയായിരുന്നു. ഉടൻ ടേക്ക് ഓഫ് റദ്ദാക്കുകയും എയർപോർട്ടിലെ അഗ്നിശമന സംഘങ്ങളെത്തി തീ അണയ്ക്കുകയും ചെയ്തു. 186 യാത്രക്കാരും 8 ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. യാത്രക്കാരെ എമർജൻസി എക്സിറ്റുകൾ വഴി ഒഴിപ്പിച്ചു. നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി സെന്ററിന് കീഴിലെ വിദഗ്ധ സംഘം സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ദമാം എയർപോർട്ടിൽ മറ്റു വിമാനങ്ങളും ലാൻഡിങ്ങിനെയോ ടേക്ക് ഓഫിനെയോ സംഭവം ബാധിച്ചിട്ടില്ലെന്നും ദമാം എയർപോർട്ട് അഡ്മിനിസ്ട്രേഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. ദുബായ് സമ്മർ ഫെസ്റ്റിവൽ 2024 ഭാഗമായി ദുബായ് വിമാനത്താവളത്തിൽ കുട്ടികൾക്ക് വർണ്ണാഭമായ വരവേൽപ്പ് നൽകി. ദുബായ് എയർപോർട്ട് ടെർമിനൽ 3-ൽ എത്തിയ കുട്ടികളെ സമ്മാനങ്ങളും പൂക്കളും നൽകിയാണ് രാജ്യത്തേക്ക് സ്വാഗതം ചെയ്തത്. ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സും ദുബായ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമി ആൻഡ് ടൂറിസവും ചേർന്നാണ് ഈ വരവേൽപ്പ് ഒരുക്കിയിട്ടുള്ളത്. എയർപോർട്ടിലെ കുട്ടികളുടെ പ്രത്യേക ഇമിഗ്രേഷൻ കൗണ്ടറിലെത്തിയ കുരുന്നുകളെ GDRFA ദുബായിയുടെ മാസ്കേഡ് കഥാപാത്രങ്ങളായ സാലം സലാമയും ദുബായ് സമ്മർ സർപ്രൈസ് മാസ്കറ്റ് മൊദേശും ഫീമെയിൽ കൗണ്ടർ പാർട്ടായ ഡാനിയും ചേർന്ന് സ്വീകരിച്ചു. പിന്നീട് അവരെ കുട്ടികളുടെ എമിഗ്രേഷൻ കൗണ്ടറിലേക്ക് കാണിക്കുകയും അവിടെ കുട്ടികൾക്ക് സ്വന്തമായി പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യാനും അവസരം നൽകുകയും ചെയ്തു. ഈ വേനൽക്കാലത്ത് ദുബായ് സന്ദർശിക്കുന്ന കുടുംബങ്ങൾക്ക് മികച്ച അനുഭവങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായാണ് വരവേൽപ്പ് നൽകിയത്. വേനൽക്കാല ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ഷോപ്പിംഗ് ഫെസ്റ്റിവലുകളും വൈവിധ്യമായ വിനോദ പരിപാടികളുമാണ് ദുബായ് നഗരിയിൽ ഉടനീളം നടന്നുവരുന്നത്. മസ്കറ്റ് ഗവർണറേറ്റിലെ വാദി കബീർ വെടിവെപ്പിന് പിന്നിൽ 3 ഒമാനി സഹോദരങ്ങളാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. മൂവരും സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു. തെറ്റായ ആശയങ്ങളായിരുന്നു ഇവരെ സ്വാധീനിച്ചിരുന്നതെന്ന് ROP പ്രസ്താവനയിൽ പറഞ്ഞു. തങ്ങളുടെ മാതൃരാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നിരന്തര താൽപര്യത്തിനും ജാഗ്രതയ്ക്കും സമർപ്പണത്തിനും എല്ലാവരോടും നന്ദി പറയുകയാണ്. റോയൽ ഒമാൻ പോലീസും സൈന്യവും സുരക്ഷാ സൈന്യവും ചേർന്നാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. കൂടുതൽ കാര്യങ്ങൾ അറിയാനായി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഇഷ്ടമുള്ളവരുമായി എളുപ്പം ചാറ്റ് ചെയ്യുന്നതിനും കോൾ ചെയ്യുന്നതിനുമായി വാട്സാപ്പിൽ പുതിയ ഫേവറേറ്റ്സ് ടാബ് വരുന്നു. സ്മാർട്ട് ഫോണുകളിലെ ഫോൺ ആപ്പുകളിൽ നേരത്തെ തന്നെ ഈ രീതിയിലുള്ള ഫേവറേറ്റ്സ് ടാബ് ലഭ്യമാണ്. അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഇത് ഉപകരിക്കുമെന്ന് കണ്ടതിനാലാണ് വാട്സാപ്പ് പുതിയ ഫീച്ചർ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്നു മുതൽ നിങ്ങളുടെ കോളുകൾ ടാബിന്റെ മുകളിലും നിങ്ങളുടെ ചാറ്റുകളെ ഫിൽറ്ററായും നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ആളുകളെയും ഗ്രൂപ്പുകളെയും വേഗത്തിൽ കണ്ടെത്താനാകുമെന്ന് വാട്സാപ്പ് പുതിയ ബോക്സ് പ്ലോട്ടിൽ പറഞ്ഞു. പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് വാട്സാപ്പ് കോൾ ലിസ്റ്റിൽ മുകളിലായി ഫേവറേറ്റ്സ് എന്ന ലിസ്റ്റ് കാണാം. തൊട്ടു താഴെയാണ് റീസെന്റ് കോളുകളെയും ലിസ്റ്റ്. ചാറ്റ് ലിസ്റ്റിനാകട്ടെ ഓൾ, അൺറീഡ്, ഗ്രൂപ്പ്സ് എന്ന ഫിൽറ്ററുകൾക്കൊപ്പമാണ് പുതിയ ഫേവറേറ്റ്സ് ഉണ്ടാവുക. അടുത്ത ബന്ധുക്കൾ, ഭാര്യ, അച്ഛൻ, അമ്മ, സുഹൃത്തുക്കൾ തുടങ്ങിയ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടവരുടെ കോണ്ടാക്ട്സ് ഫേവറേറ്റ് ലിസ്റ്റിൽ മാറ്റാനാവും. ഈ ആഴ്ച തന്നെ എല്ലാവരിലേക്കും എത്തുമെന്നാണ് വിവരം. മയക്കുമരുന്നുകൾക്കെതിരായ അന്വേഷണത്തിൽ 10 കിലോയിലധികം വരുന്ന മയക്കുമരുന്ന് പ്രതികൾ വിദൂരമായ മരുഭൂമിയിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു കണ്ടെത്തിയത്. ഉമ്മുൽ ഖുവൈൻ പോലീസിന്റെ ജനറൽ കമാൻഡിന്റെ അധികാര പരിധിയിലുള്ള മരുഭൂമിയിൽ 2 വ്യക്തികൾ മയക്കുമരുന്ന് കടത്തി ഒളിപ്പിച്ചതായി സംശയിക്കുന്നുവെന്ന് ദുബായ് പോലീസിലെ സാർക്കോട്ടിക് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന് നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം തുടങ്ങിയത്. പിന്നീട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഡ്രഗ്സ് കൺട്രോളുമായി സഹകരിച്ച് തിരച്ചിലിനും അന്വേഷണത്തിനും ഒരു സംയുക്ത സംഘം രൂപീകരിക്കുകയായിരുന്നു. വിശദമായ അന്വേഷണത്തിനൊടുവിൽ പ്രതികളെ തിരിച്ചറിയുകയും ചെയ്തു. സമൂഹത്തിലെ അംഗങ്ങളോട് ജാഗ്രത പാലിക്കാനും മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അധികാരികളെ അറിയിക്കാനും പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്.
മയക്കുമരുന്ന് കടത്തിൽ ഏർപ്പെടുന്നവരെ തിരിച്ചറിയുന്നതിനും പിടികൂടുന്നതിനും നിയമപാലകരെ സഹായിക്കാൻ കഴിയുന്ന വിലപ്പെട്ട വിവരങ്ങൾ നൽകാൻ ആളുകൾക്ക് മുഖാദിഫ് സേവനം അഥവാ 80044 അല്ലെങ്കിൽ mukhadif@moi.government ഇമെയിൽ ഉപയോഗിക്കാവുന്നതാണ്. കണ്ണൂരിൽ കനത്ത മഴ. കുവൈത്ത് കണ്ണൂർ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം നെടുമ്പാശ്ശേരിൽ ഇറക്കി. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ടിയിരുന്ന വിമാനം കനത്ത മഴയെ തുടർന്ന് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറക്കി. പുലർച്ചെ കുവൈത്തിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് നെടുമ്പാശ്ശേരിയിൽ ഇറക്കിയത്. യാത്രക്കാർ വിമാനത്താവളത്തിൽ തന്നെ ഇരിക്കുകയാണ്. കണ്ണൂരിൽ കാലാവസ്ഥ അനുയോജ്യമാകുമ്പോൾ അങ്ങോട്ടേക്ക് പോകുമെന്നാണ് വിവരം. പ്രവാസി സംരംഭകർക്കായി മലപ്പുറത്ത് നോർക്ക റൂട്ട്സും കാനറ ബാങ്കും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബിസിനസ് ലോൺ ക്യാമ്പും NTPREM പദ്ധതിയുടെ നടപ്പു സാമ്പത്തിക വർഷത്തെ പ്രോഗ്രാമുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും മറ്റന്നാൾ അതായത് ജൂലൈ 20 മലപ്പുറം MLA ശ്രീ P. ഉബൈദുള്ള നിർവഹിക്കും. റോസ് ലോഞ്ച് കൺവെൻഷൻ സെന്ററിൽ രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങിൽ നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ P. രാമകൃഷ്ണൻ അധ്യക്ഷതയും കാനറ ബാങ്ക് ജനറൽ മാനേജറും SLBC കൺവീനറുമായ ശ്രീ പ്രദീപ് KM മുഖ്യപ്രഭാഷണവും നിർവഹിക്കും. നോർക്ക റൂട്ട്സിൽ നിന്നും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ അജിത് കോലശ്ശേരി സ്വാഗതവും കോഴിക്കോട് സെന്റർ മാനേജർ C. രവീന്ദ്രൻ നന്ദിയും പറയും. ലോൺ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്കായി സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അഥവാ CMD നേതൃത്വത്തിൽ ബിസിനസ് ഓറിയന്റേഷൻ പ്രോഗ്രാമും സംഘടിപ്പിക്കുന്നുണ്ട്. പ്രവാസികളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രോജക്ട് ഫോർ റിട്ടേൺ. പൊതുജനങ്ങളോട് സംവദിക്കാനും ഗതാഗത ബോധവൽക്കരണം നടത്താനും സംശയങ്ങൾക്ക് മറുപടി നൽകാനും മനുഷ്യ ശരീരത്തോട് സമാനമായ രീതിയിൽ തയ്യാറാക്കിയ സ്മാർട്ട് റോബോട്ടിനെ വിന്യസിപ്പിച്ച് അബുദാബി പോലീസ്. ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാനാകുന്ന ഈ റോബോട്ടിനെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനും ഉപയോഗിക്കാനാവും. സ്കൂൾ ബസ്സിനു പിന്നിൽ സ്റ്റോപ്പ് സിഗ്നൽ പ്രദർശിപ്പിച്ചാൽ പിന്നിൽ വരുന്ന വാഹനങ്ങൾ നിർത്തണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ റോബോട്ട് പൊതുജനങ്ങൾക്ക് നൽകും. അബുദാബി പോലീസിലെ ട്രാഫിക് ആൻഡ് സെക്യൂരിറ്റി പെട്രോൾ ഡയറക്ടറേറ്റ് ആൻഡ് റോബോട്ട് പുറത്തിറക്കിയതാണിത്. ഡയറക്ടറേറ്റിലെ കെഡേഴ്സിന്റെ മേൽനോട്ടത്തിലാണ് റോബോട്ടിന്റെ പ്രോഗ്രാം ചെയ്തതെന്ന് അധികൃതർ അറിയിച്ചു. ഗതാഗതവുമായി ബന്ധപ്പെട്ട വീഡിയോ ബോധവൽക്കരണങ്ങൾ റോബോട്ടിലെ സ്ക്രീനിൽ പ്രദർശിപ്പിക്കും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.